കട്ട കർപ്പൂരം, ഓയിൽ, നെയ്യ്, പട്ട, കറാമ്പ്, ഏലക്കായ്, ജാതിക്ക, ജാതിപ്പൂ, മുളക്, ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ അല്ലേ സുഹേലേ? അതെ. അപ്പോൾ ഈ അടിപൊളി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. വെളിയുള്ളി, അയ്യോ, പുതിന, മല്ലിത്താഴ, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, വെള്ളം, ഉപ്പ്, എന്താ തട. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അല്ലേ? അരി ഇട്ടോ. 10 കിലോ അരിയാണ് നമ്മൾ എടുത്തിരുന്നു ഇവിടെ, മലബാർ. അപ്പോൾ ഇതൊന്നും അടിയും പിടിക്കാൻ പാടില്ല, അരി പൊട്ടാനും പാടില്ല. പതുക്കെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓ, ചോറ് വെന്തുണ്ടല്ലേ സുഹേലേ? അതെ. അയ്യോ പൊളി. നാരങ്ങ നീര് ചേർക്കല്ലേ? ആ, അയ്യോ, റൈസ് മാത്രമായിട്ടൊന്ന് ദമ്മിടുക അല്ലേ? അപ്പോൾ ചോറ് അടുപ്പിൽ വെച്ചാൽ അടി പിടിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വേകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദമ്മിടുന്നത് കുറച്ച് നേരം. എണ്ണ, ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ ആദ്യം ഉള്ളി, മല്ലി, പുതിന, ചതച്ചെടുത്ത ചെറിയുള്ളി, ചതച്ച വെളുത്തുള്ളി, ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, തക്കാളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, 11 മസാല കൂട്ടിട്ട് പൊടിച്ചെടുത്ത ബിരിയാണി മസാല, കോഴിയിറച്ചി, തൈര്, ചതച്ചെടുത്ത കുരുമുളക്. അപ്പോൾ വെന്ത ചിക്കൻ ഗ്രേവിയിൽ നമ്മൾ വേവിച്ചെടുത്ത റൈസ് ഇടാൻ പോണ്. ഇപ്പോൾ ഈ റൈസിന് മേലെ ഈ വറുത്ത ഉള്ളി, വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലി, പുതിന. ഇനി നമുക്ക് ചോറ് മേലെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇങ്ങനെ പരത്തി കൊടുക്കാം.
അപ്പോൾ നമ്മളിത് അവസാനത്തെയാണ്. ഇനി ഇതും കൂടിയിട്ട് നമ്മൾ ദമ്മിടാൻ വെക്കാം അല്ലേ സുഹേലേ? അടച്ചു വെച്ച് നമുക്ക് ദമ്മിടാം. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് തീയൊക്കെ എടുത്ത് മാറ്റിടാം, അല്ലെങ്കിൽ അടി കരിയും. ഗായ്സ് നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാം. കറക്റ്റായില്ലേ സുഹേലേ? ദമ്മ് ഉഷാറേ. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോഴാണ് നെയ്യ് ഒഴിക്കേണ്ടത്. പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയി, ക്ഷമിക്കണം. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം അപ്പോൾ ഇതിൻ്റെ ഈ ചൂട് ഇങ്ങനെ പോകുന്നതിന് മുന്നേ നമുക്ക് നെയ്യിട്ട് ഇളക്കാം. സംഭവം ഉഷാറേ. അപ്പോൾ നമ്മൾ ചിക്കൻ ദം ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ സുഹേലേ? നമ്മൾ ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. മസാല ഒക്കെ എടുത്തിട്ട് കുഴയ്ക്കുക. സംഭവം ഉഷാറല്ലേ സുഹേലേ? ചൂട് സെറ്റ് സെറ്റ് അടിപൊളിയാ. ചൂടുണ്ട്. സംഭവം അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ഇരുട്ടായില്ലേ? നമുക്ക് ഇരുട്ടായി കുറേ പരിപാടിയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങിയത് വളരെ ലേറ്റ് ആയിരുന്നു സുഹേലേ? ഒരു 3 മണിയായി തുടങ്ങുമ്പോൾ. എല്ലാം ചടപ്പട്ടയുന്ന കാര്യങ്ങൾ. ചടപ്പട്ടയുന്ന അടിപൊളി സാധനം കിട്ടും. മസാലയൊക്കെ അടിപൊളി പിടിച്ചിട്ടുണ്ടല്ലേ? ചിക്കൻ നന്നായി വന്നിട്ടുമുണ്ട്. അടിപൊളി ഉഷാറ് സാധനം. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ദം ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ നമ്മൾ ചെയ്താൽ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്തൊരു കാണാം. അതിലെ ബൈ.